ഹലോ, എൻ്റെ പേര് ഓസ്മി. ഞാൻ സുബ്രാൻസ് ബ്യൂട്ടീഷ്യൻസ് അറിയില്ല 5 വർഷം മുമ്പ് പഠിച്ചൊരു വിദ്യാർത്ഥിയാണ്. ഞാൻ പഠിച്ചത് ഡിപ്ലോമ ഇൻ ബ്യൂട്ടി തെറാപ്പി ആൻഡ് കോസ്മെറ്റോളജി ആണ്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഞാൻ ഈ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ച് പറയാനായിട്ടാണെങ്കിൽ ഇൻസ്റ്റിറ്റ്യൂട്ടിനെ കുറിച്ചും സാറിനെ കുറിച്ചും പറയാനായിട്ടാണെങ്കിൽ നമുക്ക് എത്രത്തോളം ഈ ഒരു ഫീൽഡിൽ കഴിവ് തെളിയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, അത്രത്തോളം നമുക്ക് എല്ലാ കാര്യങ്ങളും പഠിച്ചിറങ്ങാൻ പറ്റുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടാണ്. കാര്യം സുബ്രൻ സാറ് ഫുൾ ഡീറ്റെയിൽഡായിട്ടാണ് എല്ലാ ക്ലാസ്സുകളും നമുക്ക് തരുന്നത്. എൻ്റെ ഒരു കാര്യം പറയാനായിട്ടാണെങ്കിൽ ഞാൻ ഫസ്റ്റ് ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് എനിക്ക് സ്കിന്നിൽ ആദ്യം പഠിപ്പിച്ച് വെച്ചത് ഫേഷ്യൽ സ്റ്റെപ്സും ത്രെഡിങ്ങും ആയിരുന്നു. എനിക്ക് ആദ്യം പഠിപ്പിച്ചത് രജിത മാമാണ്, സാറിൻ്റെ വൈഫാണ് രജിത മാം. മാം എന്നെ പഠിപ്പിച്ചത് ത്രെഡിങ്ങിൻ്റെ വൈൻ പിടിക്കാനായിട്ടുള്ളതും ഫേഷ്യൽ സ്റ്റെപ്സും ആയിരുന്നു. ഫേഷ്യൽ സ്റ്റെപ്സ് ഇവിടെ പഠിക്കാനായിട്ട് നമുക്ക് 40 above ഉണ്ട്. വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ ഇത്രയ്ക്കും സ്റ്റെപ്സ് ഉണ്ടെന്ന് ഞാൻ കരുതുന്നില്ല. കാരണം ഞാൻ വേറൊരു ഇൻസ്റ്റിറ്റ്യൂട്ട്സിലൊക്കെ പഠിപ്പിച്ചിട്ടുണ്ട്. അവിടെയൊക്കെ കൂടുതലുണ്ടെന്ന് പറഞ്ഞാൽ റിപ്പീറ്റഡ് ആയിട്ടുള്ള സ്റ്റെപ്സാണ്. ഇവിടെ പക്ഷേ ഒന്നും റിപ്പീറ്റഡ് ആയിട്ടുള്ളതല്ല. കാരണം അത്രയ്ക്കും നമുക്ക് ഡീറ്റെയിൽഡ് ആയിട്ടാണ് ഓരോന്നും പഠിപ്പിച്ചു തന്നത്. അപ്പം ഞാൻ അന്ന് പഠിച്ച ഫേഷ്യൽ സ്റ്റെപ്സൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 week കൊണ്ടാണ് പലരും പഠിക്കുന്നത്. ഞാൻ പക്ഷേ ഒരു വൺ ഡേ കൊണ്ട് തന്നെ പഠിച്ചു. അപ്പോൾ അത് മാം സാറിനോട് പറഞ്ഞു. സാറിനത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് സാറ് എന്നെ ഒരു സെമിനാറിന് കൊണ്ടുപോയായിരുന്നു. സാറ് ഈ കേരളത്തിൽ എല്ലായിടത്തും സെമിനാർ നടത്തുന്ന ഒരാളാണ്. സെമിനാർ നടത്തുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബ്യൂട്ടീഷ്യന്മാർക്കൊക്കെ ക്ലാസ് എടുത്ത് കൊടുക്കുന്ന ഒരു സാറാണ്. അപ്പോൾ ഞാനും സാറിൻ്റെ കൂട്ടത്തിൽ സെമിനാറിന് ഒരു സ്ഥലത്ത് പോകാനായിട്ട് ഇടയായി. കാരണം സാർ എന്നോട് വരാൻ പറഞ്ഞു. ചേച്ചി എന്ന് പറഞ്ഞത് ഞാൻ രജിത മാമിൻ്റെ ചേച്ചി എന്നാണ് അന്ന് വിളിച്ചുകൊണ്ടിരുന്നത്. സാർ അതുകൊണ്ടാണ് ചേച്ചി പറഞ്ഞത്. ചേച്ചി അപ്പോൾ സാറിനോട് പറഞ്ഞു ഇങ്ങനെ ഓസ്മി ഇങ്ങനെ ഒരു ദിവസം കൊണ്ട് ഫേഷ്യൽ സ്റ്റെപ്സും കാര്യങ്ങളും പഠിച്ച് ആ കൊച്ചിന് ഈ ഒരു ഫീൽഡിൽ ഭയങ്കരമായിട്ട് ആഗ്രഹമുണ്ട് എല്ലാം പഠിക്കാനായിട്ടെന്ന് പറഞ്ഞതുകൊണ്ട് സാറിന് സെമിനാറിന് കൊണ്ടുപോയിരുന്നു. ഫസ്റ്റ് 1 week പോലും ആയിട്ടുണ്ടായിരുന്നില്ലായിരുന്നു. അതിന് മുമ്പ് എന്നെ സെമിനാറിന് കൊണ്ടുപോയി. കൊണ്ടുപോയപ്പോൾ സാർ അന്ന് പഠിപ്പിച്ച് വെച്ചത് സൂപ്പർ ലെയർ എന്ന് പറഞ്ഞ ഹെയർ കട്ടിങ് ആണ്. അപ്പം ഞാൻ ഹെൽപ്പറായിട്ടായിരുന്നു പോയത്. സാറിൻ്റെ കൂട്ടത്തിൽ ഹെൽപ്പറായിട്ട് പോയപ്പോഴത്തേക്കും ഞാൻ അന്ന് കണ്ട ഹെയർ കട്ടിങ് എനിക്ക് കൈവഴക്കോ ഒന്നും ഒരു എക്സ്പീരിയൻസ് ഒന്നും കിട്ടിയിട്ടില്ല. കാരണം 1 week ആകുമ്പോഴത്തേക്കും എല്ലാവർക്കും അറിയാൻ പറ്റും ഈ ഒരു ഫീൽഡിൽ ഒന്നും ആയിട്ടുണ്ടാവില്ല. ഞാൻ അന്ന് സാറ് ചെയ്യുന്നത് കണ്ടിട്ട് ഞാൻ ഇവിടെ വന്നിട്ട് എൻ്റെ അമ്മയ്ക്ക് ഞാൻ ആ ഹെയർ കട്ട് ചെയ്ത് കൊടുത്തു. എന്നിട്ട് അത് ഫോട്ടോ എടുത്ത് ഞാൻ സാറിനെ കൊണ്ടുവന്ന് കാണിച്ചപ്പോഴത്തേക്ക് സാറിനത് ഭയങ്കരമായിട്ട് ഇഷ്ടമായി. കാര്യം എനിക്ക് സാർ പഠിപ്പിച്ചെന്ന് തന്നിട്ടില്ല, ഒന്നും ചെയ്തിട്ടില്ല. വെറുതെ ഹെൽപ്പിങ്ങിന് വേണ്ടിയിട്ടാണ് ഞാൻ അന്ന് സെമിനാറിന് ചോദിച്ചത്. അപ്പോൾ അത് കണ്ടപ്പോഴത്തേക്കും സാറിന് മനസ്സിലായി എനിക്ക് ഈ ഒരു ഫീൽഡിൽ നല്ല ആഗ്രഹമുണ്ട്, കഴിവ് തെളിയിക്കണമെന്നും നല്ലൊരു കഴിവുണ്ടെന്നൊക്കെ ഉള്ളത് സാറിന് മനസ്സിലായി. ചേച്ചി അത് പറഞ്ഞത് ശരിയാണെന്നുള്ളതൊക്കെ സാറിന് മനസ്സിലായി. എനിക്കപ്പോൾ സാറ് ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള കുറേ ഹെയർ കട്ട്സും ട്രീറ്റ്മെൻറ്റ്സും കാര്യങ്ങളൊക്കെ എല്ലാം പഠിപ്പിച്ചു തന്നിട്ടുണ്ട്. അതാണ് ഞാൻ പറഞ്ഞത്, നമുക്ക് എത്രത്തോളം ഈ ഒരു ഫീൽഡിൽ ആഗ്രഹവും ഉയരാനായിട്ട് ശ്രമിക്കണമെന്ന ഒരു ജ്വരം ഉണ്ടെങ്കിൽ സാറിന് അത് മനസ്സിലാക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് ഔട്ട് ഓഫ് സിലബസ് ആയിട്ടുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് പറഞ്ഞു തരും. അതിലൊരു എന്തോരം നമുക്ക് അറിയാനായിട്ട് ആഗ്രഹമുണ്ട് അത്രത്തോളം നമുക്ക് സാർ എല്ലാ കാര്യങ്ങളും ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞു തരും. ചിലർക്ക് ആദ്യത്തെ ആ ഒരു പാഷൻ മാത്രമേ ഉണ്ടാവുകയുള്ളൂ എല്ലാത്തിലും പഠിക്കാൻ വേണ്ടിയിട്ട് കയറുമ്പോഴത്തേക്കും. അപ്പോൾ ഒരു ഇഷ്ടത്തിൽ കയറുന്നവരാണെങ്കിൽ ചിലപ്പോൾ കുറച്ച് കാര്യങ്ങൾ കേൾക്കുമ്പോഴത്തേക്കും നമുക്ക് മടുപ്പും കാര്യങ്ങളും വരും. പക്ഷേ അതല്ല, ഇതിന് വേണ്ടിയിട്ട് മാത്രം നമ്മൾ നമ്മുടെ ഫോക്കസ് കൊടുക്കുകയാണെങ്കിൽ സാറ് ഫുൾ ഡീറ്റെയിൽഡായിട്ട്, അല്ലാണ്ട് സിലബസിലുള്ളതെല്ലാം പഠിപ്പിച്ചു തരും. നല്ല തറവായിട്ടും എല്ലാം ഫുൾ എക്സ്പീരിയൻസ്ഡ് ആയിട്ടായിരിക്കും നമ്മൾ അവിടെ നിന്ന് കോഴ്സ് കഴിഞ്ഞ് കംപ്ലീറ്റ് ആയിട്ട് ഇറങ്ങുമ്പോഴത്തേക്കും നമ്മൾ. പക്ഷെ അതല്ല, നമുക്ക് അതിൽ കൂടുതൽ അറിയാനായിട്ടാണെങ്കിൽ അതിൽ കൂടുതലായിട്ട് ആ ഒരു കാലയളവിൽ നമുക്ക് പഠിച്ചിറങ്ങാനായിട്ട് സാധിക്കും. 6 മാസത്തെ കോഴ്സാണ് നമുക്ക്. ഞാനന്ന് പഠിച്ചപ്പോഴത്തേക്കും ഉണ്ടായിരുന്നത് 6 മാസത്തെ കോഴ്സായിരുന്നു. പക്ഷെ ഞാനതെല്ലാം 3 months കൊണ്ട് തന്നെ കംപ്ലീറ്റ് ആക്കിയായിരുന്നു. കാരണം എനിക്കിതിന് ഭയങ്കര പാഷനേറ്റ് ആയതുകൊണ്ട് ഞാൻ അതെല്ലാം ഫുള്ള് പെട്ടെന്ന് കവർ ചെയ്ത് പോയായിരുന്നു. സോറി, വീഡിയോ ബ്രേക്ക് ആയി. എനിക്കൊരു കുഞ്ഞു കൊച്ചുണ്ട്, അതുകൊണ്ട് അറിഞ്ഞുകൊണ്ടാണ് ഞാൻ പെട്ടെന്ന് വീഡിയോ സ്റ്റോപ്പ് ചെയ്ത് പോസ് ചെയ്ത് പോയത്. അപ്പോൾ പറയാനായിട്ടാണെങ്കിൽ ഞാൻ 3 months കൊണ്ട് സിലബസൊക്കെ എല്ലാം കംപ്ലീറ്റ് ആക്കിയപ്പോഴത്തേക്കും
ബാക്കി ഔട്ടർ സിലബസ് ആയിട്ടുള്ള കുറേ കാര്യങ്ങൾ, അതായത് ഹെയർ കട്ടിങ്സ്, വേറെ ഹെയർ കട്ടിങ്സ്, പിന്നെ കുറേ ട്രീറ്റ്മെൻറ്റ്സൊക്കെ എനിക്ക് അല്ലാണ്ട് പഠിപ്പിച്ച് തന്നായിരുന്നു സാറ്. പിന്നെ പറയാനായിട്ടാണെങ്കിൽ എനിക്ക് സാറിൻ്റെ ഒരു ഗിഫ്റ്റ് കിട്ടിയായിരുന്നു. ഈ ഒരു സിസറാണ് ഗിഫ്റ്റ് കിട്ടിയത്, ഹെയർ കട്ടിങ് സിസറാണ്. ഇത് സാറ് സെമിനാറിനൊക്കെ പോയിക്കൊണ്ടിരുന്നപ്പോഴത്തേക്ക് ഉപയോഗിച്ചൊരു സിസേഴ്സാണിത്. ഇതിനൊരു ഭാഗ്യം ലഭിച്ചത് എനിക്കാണ്. കാര്യം സാറ് വേറൊരാൾക്കും ഇതേപോലത്തെ ഒരു ഗിഫ്റ്റ് കൊടുത്തിട്ടുണ്ടെന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഞാനിപ്പോഴും പറയാനായിട്ടാണെങ്കിൽ ഗുരു തൻ്റെ ശിഷ്യന്, അല്ലെങ്കിൽ ശിഷ്യത്തിക്ക് ഒരു ഗിഫ്റ്റ്, അതായത് ഗുരു ഉപയോഗിച്ചൊരു വസ്തു തൻ്റെ ശിഷ്യത്തിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ അത്രക്കും അയാളുള്ളൊരു കഴിവ് ആ വ്യക്തി കാണുന്നതുകൊണ്ടാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഈ ഒരു ഗിഫ്റ്റ് കിട്ടിയതിൽ ഞാൻ വളരെ താങ്ക്ഫുള്ളുമാണ്, ഞാൻ ഭയങ്കര പ്രൗഡ്ഫുള്ളുമാണ്. ഇതൊക്കെ എനിക്ക് ലഭിച്ചിട്ടുണ്ടെങ്കിലും, ഈ ഒരു അറിവൊക്കെ ലഭിച്ചിട്ടുണ്ടെങ്കിലും ആ ഒരു ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നും സാറിൻ്റെ നിന്ന് മാത്രമാണെന്ന് ഞാൻ ഇപ്പോഴും വിശ്വസിക്കുന്നു. പിന്നെ പറയാനായിട്ടാണെങ്കിൽ ഞാൻ ഇന്ന് ഈ ഒരു നിലയിൽ എത്തിയിട്ടുണ്ടെങ്കിൽ, ഞാൻ ഇപ്പോൾ ഈ നിലയിലെന്ന് പറയുമ്പോഴത്തേക്ക് നിങ്ങളെല്ലാവരും കരുതി ഞാനിപ്പോൾ ഏത് പൊസിഷനിലാണുള്ളത് കരുതും. ഞാൻ ഫസ്റ്റ് ഈ ഒരു കോഴ്സ് കഴിഞ്ഞ് ജോയിൻ ചെയ്തത് ഒരു ട്രെയിനി ആയിട്ടായിരുന്നു ബ്യൂട്ടി പാർലറിൽ. ട്രെയിനി ആയിട്ട് കഴിഞ്ഞ് പിന്നെ അതിനൊരു ബ്യൂട്ടീഷ്യൻസ്, അതൊരു ബ്യൂട്ടീഷ്യൻ എന്ന് പറഞ്ഞൊരു ഫീൽഡിലോട്ടായിരുന്നു വരിക. അതായത് ബ്യൂട്ടീഷ്യൻ എന്ന് പറയുമ്പോഴത്തേക്ക് നമ്മളുടെ ഫസ്റ്റ് എക്സ്പീരിയൻസ് ഒക്കെ ഇല്ലെങ്കിൽ വെറുതെ ഫേഷ്യൽസും പെഡിക്യൂർസും അങ്ങനത്തെയൊക്കെ ഇതിലൊക്കെ നിർത്തുള്ളൂ. പിന്നെ അത് കഴിഞ്ഞ് ഞാൻ എൻ്റെ ഒരു കഴിവല്ല പാർലറുകളിലും കാണിക്കാനായിട്ട് ശ്രമിച്ചപ്പോഴത്തേക്ക് അവിടെ നിന്ന് ബ്യൂട്ടീഷ്യനിൽ നിന്ന് മാറി ഞാനൊരു മെയിൻ സ്റ്റാഫിൻ്റെ രീതിയിലോട്ടായി. പിന്നെ അത് കഴിഞ്ഞ് മാനേജിങ് പൊസിഷനിലോട്ടായി. ഇപ്പോൾ ലാസ്റ്റ് ഞാനിപ്പോൾ നിൽക്കുന്നത്